നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മെക്കൻ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ആൻഡ്രോയിഡ് ഡാപ്പ്, അതായത് ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക് പ്ലെയർ, ഒരു പോക്കറ്റ് മ്യൂസിക് പ്ലെയറാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കാനഡ എത്തിയ ശേഷം നമുക്ക് കിട്ടുന്ന 12ാമത്തെ റിവ്യൂ യൂണിറ്റാണിത്. ആക്ച്വലി ഇതൊരു ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു ആൻഡ്രോയിഡ് ഒരു സ്മാർട്ട് ഡിവൈസ് നമ്മൾ നമ്മുടെ ചാനലിൽ റിവ്യൂ ചെയ്യുന്നത്. മെക്കൻ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. H1 Pro എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. അപ്പം നമുക്ക് സോണിയുടെ വാക്ക്മാൻ പോലത്തെ, അല്ലെങ്കിൽ അതോട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നാട്ടിൽ ഇതിനെ പറ്റിയുള്ള അവൈലബിലിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെസ്റ്റിങ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോക്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് പാട്ട് കേൾക്കേണ്ടത്, അതായത് അത്യാവശ്യം എല്ലാ ഓഡിയോ ഫോർമാറ്റിലുള്ള ഓഡിയോ ഫയലുകളും പിന്നെ അത്യാവശ്യം വീഡിയോസൊക്കെ പ്ലേ ചെയ്യാനും യൂട്യൂബിൽ പ്ലേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ബോക്സ് അഴിക്കുമ്പോൾ തന്നെ ഒബ്വിയസ്ലി നമുക്കൊരു യൂസർ മാനുവലാണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരാം. മെക്കൻ എന്നുള്ള ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് നമുക്ക് ബോക്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ കേസാണ്, സിലിക്കോൺ കേസാണ്. പിന്നെ ഒരു USB Type-C കേബിൾ വരുന്നുണ്ട്. ഒരു നോർമൽ 3.5mm ജാക്കുള്ളൊരു ഹെഡ്ഫോൺ വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ആൻഡ്രോയിഡ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ആൻഡ്രോയിഡ് ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. ആക്ച്വലി ഇതൊരു കുഞ്ഞൻ ആൻഡ്രോയിഡ് ഫോണാണ്. പക്ഷേ ഫോൺ നമുക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് സിം ഓപ്ഷൻ വരുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷേ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. കാരണം അല്ലെങ്കിൽ സ്പീക്കറിലിട്ട് കോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഇതിനകത്ത് ഇയർ പീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നോർമൽ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം പാട്ട് കേൾക്കാനായിട്ട് സെപ്പറേറ്റ് ഡിവൈസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ, അല്ലെങ്കിൽ പ്രായമായവർക്ക് ന്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പേരൻ്റൽ കൺട്രോളോടുകൂടി വല്ലപ്പോഴുമൊക്കെ കാർട്ടൂൺസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിവൈസ് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫയലായിട്ടുള്ള ഒരാൾക്ക് സ്പെഷ്യൽ സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിച്ച് പാട്ട് കേൾക്കാനായിട്ട് അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഓഡിയോ ഫയലുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിവൈസ് ഏകദേശം 1 വീക്ക് യൂസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയുന്നത്. ആൻഡ്രോയിഡ് 9 ഓടുന്ന ഒരു ഡാപ്പ് ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ ആയിരിക്കും ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. 3 weeks later. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏകദേശം ഒരാഴ്ചത്തോളം നമ്മൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് നോക്കി. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിൽ ആമസോണിൽ കാണിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് ലിസ്റ്റഡ് ആണ്, പക്ഷേ ഇത് കറൻ്റ്ലി അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അത്യാവശ്യം റിവ്യൂ 3.6 ആണ് ഇതിൻ്റെ റിവ്യൂ വന്നിട്ടുള്ളത്. പ്രൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഇപ്പോൾ പ്രൈസ് കാണിക്കുന്നില്ല. ഇവിടെ ഏകദേശം $59 ഇതിൻ്റെ പ്രൈസ് ആമസോണിൽ കാണിക്കുന്നത്. നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ട് ഡെലിവറി ചാർജ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഏകദേശം $71 നമുക്ക് കാണിക്കുന്നത്. അതായത് നമുക്ക് നാട്ടിലെ പ്രൈസായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 4331, ഏകദേശം 4300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഇന്ത്യയിലെ റേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് മ്യൂസിക് പ്ലെയേഴ്സ് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പല ബ്രാൻഡിൻ്റെ പല ഡാപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും, പല പ്രൈസിലും അതുപോലെ തന്നെ പല റിവ്യൂയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ഇത് കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെയൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്ത്യയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 4 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. അപ്പം കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞൻ ആൻഡ്രോയിഡ് പ്ലെയർ തന്നെയാണിത്. ഇതിൻ്റെ സൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ചെറുതാണ്, കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ച് തിക്നെസ് കൂടുതലാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം സാധാരണ ഒരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് ഭയങ്കര വലുതാണ്. എന്നാൽ ഒരു ഫോണിൻ്റെ അത്രയും പെർഫോമൻസ് അല്ലെങ്കിൽ ജോലിയൊന്നും ഇത് ചെയ്യുന്നില്ല. മ്യൂസിക് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം വീഡിയോസ് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ മൂവീസ് കാണുക എന്നൊക്കെ ഉള്ളത് മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം തിക്നെസ് ഇതിന് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽട്ടാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ആണെങ്കിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ ഒരു 4 ഇഞ്ച് സൈസ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 480x800 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇയർ പീസ് ഒന്നും കാണുന്നില്ല. കാരണം ഇതൊരു ഫോൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് ഇയർ പീസോ കാര്യങ്ങളൊന്നും ഇവർ കൊടുത്തിട്ടില്ല. മുകളിലായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിലും പ്രത്യേകിച്ച് ഒന്നുമില്ല.
ബോട്ടം സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 3.5 mm ജാക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇതൊരു മ്യൂസിക് പ്ലെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് അത്യാവശ്യമാണ്. അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ, ബാക്കിലായിട്ട് ഇതിന് എന്തൊക്കെയാണെന്നുള്ള അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒരു USB Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് 1 ആംപിയറാണ് അവർ പ്രിഫർ ചെയ്യുന്ന അഡാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട്. എന്തിനാണ് മൈക്രോഫോൺ എന്ന് വെച്ചെങ്കിൽ ഇതിനകത്ത് നമുക്ക് വോയിസ് റെക്കോർഡർ വരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻബിൾട്ടായിട്ട് ഒരു സൗണ്ട് റെക്കോർഡർ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് മെക്കൻ H11 Pro എന്ന് പറയുന്ന ഓഡിയോ പ്ലെയറിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്ന് പ്ലേ നോക്കാം. അപ്പോൾ നമ്മളിപ്പം വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത് മെക്കൻ H11 Pro എന്ന് പറയുന്ന ഓഡിയോ പ്ലെയറിൽ നിന്നാണ്. ഓക്കെ, ഇത്രയാണ്. അങ്ങനെ ഭയങ്കരമായ ക്വാളിറ്റി ഒന്നുമില്ല, കാരണം ഇതിൻ്റെ ഒരു പർപ്പസ് അതല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലുണ്ട് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഭയങ്കരമായ ക്വാളിറ്റി ഒന്നും നമുക്ക് ഈ ഒരു മൈക്കിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് SD കാർഡ് സ്ലോട്ട് കാണാൻ കഴിയുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 512 GB ആണ് ഇതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന SD കാർഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു മോണോ സ്പീക്കർ, അപ്പോൾ ഇതൊരു മ്യൂസിക് പ്ലെയർ ആയിട്ട് കൂടെ ഇതിനകത്തൊരു സ്റ്റീരിയോ സ്പീക്കറോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് എന്തായാലും നമുക്ക് ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുന്നത് പ്രതീക്ഷിക്കുന്നു. റൈറ്റ് സൈഡിലായിട്ട് നോർമൽ ഒരു പവർ ബട്ടൺ, പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റീസെറ്റ് ബട്ടൺ, അതുപോലെ തന്നെ ഒരു വോളിയം റോക്കേഴ്സും കൊടുത്തിട്ടുണ്ട്, അപ്പ് ഡൗൺ എന്നുള്ള രീതിയിൽ. വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാം ബാക്കിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് മൈനസ്, പവർ ഓൺ ഓഫ്, പിന്നെ സ്പീക്കർ, SD കാർഡ്, മൈക്ക്, USB പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക്. മെയ്ഡ് ഇൻ ചൈന, മോഡൽ H11 Pro എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. H1 Pro എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ട് 1 ആംപിയറാണ് അവർ പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡ് നെയിം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇയർ പീസ് വരുന്നില്ല. താഴെയായിട്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബെസൽ കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ബെസലിലാണ് നമ്മുടെ ഹോം ബട്ടണും അതുപോലെ തന്നെ റീസെൻ്റ് ആപ്പ് ക്ലിയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 2000 mAh, അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 1900 mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. കമ്പനി പറയുന്നത് 50 മണിക്കൂർ മ്യൂസിക് പ്ലേ ബാക്കും അതുപോലെ തന്നെ 8 മണിക്കൂർ വീഡിയോ പ്ലേ ബാക്കുമാണ്. പക്ഷേ ഒബ്വിയസ്ലി അത്രയും നമുക്ക് കിട്ടില്ല, കാരണം ആകെ 1900 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു മാക്സിമം പോയാൽ ഒരു 5 മണിക്കൂർ ഓഡിയോ പ്ലേ ബാക്കും അതുപോലെ തന്നെ ഒരു 1-2 മണിക്കൂർ, 1.5 മണിക്കൂർ മാക്സിമം വീഡിയോ പ്ലേ ബാക്കുമാണ് എനിക്കിതിൽ കിട്ടിയത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം. പിന്നെ ചാർജിങ് ടൈം ഒബ്വിയസ്ലി ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തില്ല, കാരണം നൈറ്റാണ് ഞാൻ കുത്തിയിട്ടത്. ഏകദേശം എങ്ങനെ പോയാലും 1.5-2 മണിക്കൂർ എടുക്കുന്നുണ്ട്. നോർമൽ ഒരു 5 വാട്ട്സ് ചാർജർ അല്ലെങ്കിൽ 10 വാട്ട്സ് ചാർജറിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ്. അവൻ ഈവൻ 1900 mAh ഉള്ളെങ്കിൽ പോലും അത്രയും ടൈം ഇതിൽ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നോർമൽ ആൻഡ്രോയിഡിൽ വരുന്ന പോലെ ഒരു സെറ്റിങ്സ് ആണ്, പക്ഷേ കുറച്ച് ഐസിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഡിവൈസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ് വരുന്നത്. 2018 ലോഞ്ച് ചെയ്ത ആൻഡ്രോയിഡ് 9 Pie ആണ് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒബ്വിയസ്ലി ഇതൊരു മ്യൂസിക് പ്ലെയർ ആയതുകൊണ്ട് ആ ഒരു വെർഷൻ തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പാട്ട് കേൾക്കുന്നതിൽ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ 1.5 GHz MediaTekൻ്റെ MT6750 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്, ഒക്ടാകോർ പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതും 2016 മോഡലാണ്. പക്ഷേ ഒബ്വിയസ്ലി ഇതൊരു മ്യൂസിക് പ്ലെയർ ആണല്ലോ, അതുകൊണ്ട് എന്തായാലും ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി പർപ്പസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊസസ്സറിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. റാമിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞാൽ 2 GB റാമാണ്. അതിൽ നമുക്ക് ഏകദേശം 1827 MB മാത്രമാണ് ഇൻബിൽഡ് റാം ഉള്ളത്. അതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടുന്നത് വെറും 904 MB മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നത്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 16 GB ആണ് കമ്പനി പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർസും അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വോയിസും എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം കിട്ടുന്നത് 6.5 GB മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. വൈഫൈയിലേക്ക് വരികയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ്ലി ഇതിനകത്ത് 2.4 GHz അതുപോലെ തന്നെ 5 GHz സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മളിപ്പം വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്തിട്ടുള്ളത് 5 GHz കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് ഇതിൽ കണക്റ്റ് ആവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ MT6750 എന്ന് പറയുന്ന പ്രൊസസ്സറിൻ്റെ കൂടെ ഒരു മാലി T860 GPU ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഭയങ്കര പവർഫുൾ ഒന്നും അല്ല. ഡെയിലി ടാസ്ക് തന്നെ ഇത് വളരെ ലാഗായിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മളൊരു 3-4 ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഫ്രീസായി പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഇത് പോകുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നെസ്സിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇപ്പോൾ തന്നെ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ്സിലെത്തി. ഇത് നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഭയങ്കര ശോകമാണ്, നമുക്ക് ഒരു വഹ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ സീൻ ബ്രൈറ്റ്നെസ് ഭയങ്കര ശോകമായിട്ടുള്ളൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം 5 ടച്ച് പോയിൻറ്റ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ആക്സിലറോമീറ്റർ സെൻസർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആക്സിലറോമീറ്റർ സെൻസർ ഇതിനകത്ത്
വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ സെൻസറും അതുപോലെ തന്നെ ആക്സിലറോമീറ്റർ സെൻസർ, ഈ 2 സെൻസേഴ്സ് മാത്രമാണ് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് കാൽക്കുലേറ്റർ വരുന്നുണ്ട്. അപ്പം പിന്നെ സൗണ്ട് റെക്കോർഡർ. അപ്പം കുട്ടികൾക്കോ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള യൂസൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഒരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻബിൽട്ട് ആയിട്ട് ജീബോർഡാണ് ഇതിൻ്റെ കീബോർഡായിട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്ത് 2 ഓപ്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓട്ടോ ഷട്ട് ഡൗണും അതുപോലെ തന്നെ സ്കെഡ്യൂൾഡ് പവർ ഓൺ ഓഫ്. സ്കെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് ഞാൻ മറ്റേ ആൻഡ്രോയിഡ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഓട്ടോ ഷട്ട് ഡൗൺ കൊള്ളായിരുന്നു. ഇത് ആക്ച്വലി ആദ്യം ഓൺ ആയിരുന്നു, 10 മിനിറ്റ് എങ്ങാണ്ട് സെറ്റ് ചെയ്തിട്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ സംഭവം ഓഫ് ആയിപ്പോയി. ഞാൻ വിചാരിച്ച് കംപ്ലൈൻറ്റ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഈ ഒരു സെറ്റിങ്സ് ഓൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ഉപയോഗിക്കാത്ത സമയം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫായി പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാട്ട് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓഫായി പോകില്ല. യൂസ് ചെയ്യാത്ത പക്ഷം ഇത് ഓഫായി പോകും. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ശോകമാണ്, കാരണം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഏകദേശം 95% ഉണ്ടായിരുന്നു. ഇപ്പോൾ 88% വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ബ്രാൻഡ്, ഈ ഒരു കമ്പനി നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ഒന്നും തരാൻ പോകുന്നില്ല. OT അപ്ഡേറ്റ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട. ഈവൻ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് പോലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ആകെ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് മെമ്മറി കാർഡ് ത്രൂ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഡാപ്പാണ്, ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ ആണ്. ഒബ്വിയസ്ലി ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 3.5 mm ജാക്ക് വഴി പാട്ട് കേൾക്കാനായിട്ട് കുഴപ്പമില്ല, ഭയങ്കരമായ ക്വാളിറ്റി എന്നല്ല, ഒരു നോർമൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് കേൾക്കുന്ന രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ടച്ച് അങ്ങനെ ഭയങ്കര സെൻസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചില സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര റെസ്പോൺസീവ് ഉള്ളൊരു സ്ക്രീൻ അല്ല. ഒബ്വിയസ്ലി 60 ഹെഡ്സ് ആണ് ഡിസ്പ്ലേ വരുന്നത്. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 90 ഹെഡ്സോ അല്ലെങ്കിൽ 120 ഹെഡ്സോ ഒന്നുമല്ല, റിഫ്രഷ് റേറ്റ് ഒന്നും വരുന്നില്ല. നോർമൽ 60 ഹെഡ്സ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി മ്യൂസിക് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഫയലുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നമ്മുടെ യൂസർ മാനുവൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഏതൊക്കെ ഫയലുകൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് പല ഭാഷകളിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നോർമലി ആൻഡ്രോയിഡ് വെർഷൻ 9 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാക്ക്, AC, വേവ്, WMA, APE, MP3, OGG ഫയലുകളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് നല്ലൊരു മ്യൂസിക് പ്ലെയർ ഉണ്ടെങ്കിൽ, ഹിബി പോലത്തെ ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫയലുകളും നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് എന്നുള്ള ഔട്ട്പുട്ടും നോർമൽ ഒരു ഔട്ട്പുട്ടാണ്. പിന്നെ സ്പീക്കർ എന്നുള്ള ഔട്ട്പുട്ടും. ഇനി നമുക്ക് ഇതിനകത്തൊരു മെമ്മറി കാർഡ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇതിലുള്ള ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വേവ് ഫയലുകളൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ സുഹൃത്തായിട്ടുള്ള അഭിരാമാണ് എനിക്ക് ഈ ഫയലുകളെല്ലാം ഒപ്പിച്ചു തന്നത്. അപ്പം പുള്ളി ആരോടൊക്കെയോ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് എനിക്ക് ഫയൽ എനിക്ക് അയച്ചു തന്നത്. ഞാൻ ഇതിലേക്ക് അത് കോപ്പി ചെയ്തിട്ടുണ്ട്. താങ്ക് യു അഭിറാം. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി എനിക്ക് അത് ഒപ്പിച്ച് തന്നു. നമുക്ക് എന്തായാലും ഇതൊന്ന് മെമ്മറി കാർഡ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, മെമ്മറി കാർഡ് ഇതിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. മ്യൂസിക്കിൽ ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് വേവ് ഫോർമാറ്റ്, ഇതെനിക്ക് തോന്നുന്നു ഇതെല്ലാം വേവ് ഫോർമാറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് ഫ്ലാക്ക് ആണ്. നമുക്ക് പ്രോപ്പർട്ടീസിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ കഴിയും നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലാക്ക് ഫയലാണ് ഇതിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 44.1 kHz 60 ബിറ്റ്സിൽ 1078 kbps നമ്മൾ ഈ ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ മോണോ സ്പീക്കറിൽ കൂടെ ഓഡിയോ ക്വാളിറ്റി ചിലപ്പം ഭയങ്കരമായിട്ട് വരണമെന്നില്ല. പക്ഷേ നമ്മളൊരു നല്ലൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഹെഡ്ഫോൺ, അതായത് നമ്മൾ അടുത്ത റിവ്യൂ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹെഡ്ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് ഡാക്ക് ഉള്ള അടിപൊളി ഒരു ഹെഡ്ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഹെഡ്ഫോൺസൊക്കെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ വേറൊരു തലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവരുടെ യൂസർ മാനുവലിലോ അല്ലെങ്കിൽ ആമസോണിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലോ ഒന്നും ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ ഏതാണെന്നും അതുപോലെ തന്നെ ഇതിനകത്ത് LDAC കോഡൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതൊന്നും നമുക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, APX HD കണക്ട് ആയിട്ടുണ്ടെന്നുള്ളത് കാണിക്കും. അപ്പം നമുക്ക് ആ ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ആ ബ്ലൂടൂത്ത് ട്രാൻസ്മിഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഒബ്വിയസ്ലി ഇത് വരാൻ ചാൻസ് ഇല്ല, കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2018-2019 മോഡൽ ഫോണിൻ്റെ സ്പെക്സ് വെച്ചിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഭയങ്കരമായ നൂതന സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്ത് മാത്രമാണുള്ളത്, അല്ലാതെ അപ്പോൾ നമുക്ക് പവർ ആമ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്.
നമ്മുടെ ചാനൽ തന്നെയാണ്. നമുക്ക് ചാനലിൽ തന്നെയുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കാനഡയിൽ എത്തിയതിനു ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പെയർ ഓഫ് സ്പീക്കേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പീക്കർ ബോക്സ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ സ്പീക്കേഴ്സിനകത്ത് വരുന്ന ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പാനസോണിക്കിന്റെ SP-PM39 എന്ന് പറയുന്ന മോഡൽ നെയിമുള്ള 2 സ്പീക്കർ ബോക്സുകളാണ്, ബുക്ക് ഷെൽഫ് സ്പീക്കർ ബോക്സുകളാണ്. ആക്ച്വലി ഇതങ്ങനെ ഒരു ലോക്കൽ, അതായത് സംഭവം നോർമൽ ഒരു റൂമിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഔട്ട്ഡോർ യൂസിലാണ് ബ്രൈറ്റ്നസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. അല്ലാണ്ട് നോർമൽ യൂസിലാണെങ്കിൽ കൊള്ളാം. ഈ ഒരു കൈക്കുള്ളിലിരിക്കുന്ന ഒരു വീഡിയോ പ്ലെയർ, ഇപ്പോൾ ഒരു പേരൻ്റൽ കൺട്രോൾ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് കിഡ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒബ്വിയസ്ലി നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പ്രായമായവർക്ക് ന്യൂസ് കാണുക അങ്ങനെയൊക്കെയുള്ള ചെറിയ യൂസ്. പക്ഷേ ഒബ്വിയസ്ലി ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് അതും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഓഡിയോ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും മോണോ സ്പീക്കർ ഭയങ്കര ശോകമാണ്. അതല്ലാതെ നമ്മൾ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഫോണിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല. പക്ഷേ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നതുകൊണ്ടും റിവ്യൂ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഓഡിയോ ഫയലുകളും സപ്പോർട്ട് ചെയ്യുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആൻഡ്രോയിഡ് പ്ലെയറാണ് ഇത്. ബാറ്ററി ബാക്കപ്പ് കുറവാണ്, ഡിസ്പ്ലേ സൈസ് 4 ഇഞ്ച് വരുന്ന കയ്യിൽ ഒതുങ്ങിയ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുമെന്നും ആ ഒരു പേജ് ഫോളോ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.